നമസ്കാരം, ഡോക്ടർ ആൽഫീനയാണ്. നിങ്ങൾക്കറിയാവോ, നിങ്ങളുടെ ഹൃദയം ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ദഹന പചന വ്യവസ്ഥ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നല്ല മുടി വളരണമെങ്കിൽ, നിങ്ങളുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് സംബന്ധമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള മെൻസ്ട്രുവേഷൻ റെഗുലറായിട്ട് നടക്കണമെങ്കിൽ, നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി നന്നായിട്ടുണ്ടാവണം, പോസിറ്റീവ് തിങ്കിങ് നടക്കണം, നന്നായിട്ട് ഉറങ്ങാൻ പറ്റണമെങ്കിൽ, നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെയും ഓടിച്ചാടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞു ഗ്രന്ഥി, ഒരു തൈറോയ്ഡ് ഗ്രന്ഥി നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ TSH നോർമലാണ്, ഞാൻ തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്, ഇപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേ? ഗുളിക കഴിച്ച് ശരിയാക്കി വെക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കാരണം ഗുളിക കഴിച്ചിട്ട് ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ. അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കും, നിങ്ങളുടെ ദഹനവചന പ്രവർത്തനത്തെ ബാധിക്കും, നിങ്ങളുടെ മെൻസ്ട്രുവേഷനെ ബാധിക്കും, നിങ്ങളുടെ ഇമോഷൻസിനെ ബാധിക്കും, നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കും, നിങ്ങളുടെ സ്കിന്നിനെ ബാധിക്കും. അതായത് നിങ്ങളുടെ എല്ലാ അവയവങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിലെ എല്ലാ സിസ്റ്റത്തിൻ്റെയും പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്ന ഗ്രന്ഥിയാണ് ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ TSH നോർമലാക്കി വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം, അല്ലേ? വർഷങ്ങളായിട്ട് നിങ്ങൾ ഗുളിക കഴിക്കുന്നു, ഓരോ തവണയും നിങ്ങൾക്ക് ഗുളികയുടെ ഡോസ് കൂട്ടി തരേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെ കാണിക്കുന്നത് ഇവിടെ പ്രവർത്തനം ശരിയായിട്ട് നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ വല്ല സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു നെഞ്ചുവേദന വന്നു, നിങ്ങൾ ഓടിപ്പോയിട്ട് നിങ്ങളൊരു കാർഡിയോളജിസ്റ്റിനെ കാണുന്നു. പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് വന്നേക്കാം, പ്രിവെന്റ് ചെയ്യാം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് കുറേ ഗുളികൾ തരും. അല്ല, നിങ്ങൾക്ക് ഹെവി ബ്ലീഡിങ് ആണ്, നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു, കുറേ കാലം ഹോർമോൺസിന്റെ ഗുളിക കഴിക്കണു, അവസാനം നിങ്ങളോട് പറയുന്നു യൂട്രസ് എടുത്ത് കളഞ്ഞേക്കാം, ട്രീറ്റ്മെന്റ് സക്സസ് ആവുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ഈ ശരിയായി പ്രവർത്തിക്കാത്ത തൈറോയ്ഡ് ഗ്രന്ഥിയാണ് എന്നുള്ള കണക്ഷൻ ഇവർ മനസ്സിലാക്കുന്നില്ല, അല്ലെ? നിങ്ങൾ ഒരു തൈറോയ്ഡ് പ്രശ്നമുള്ള ഒരു രോഗിക്ക് ഏറ്റവും കുറഞ്ഞത് 6 മുതൽ ഒരു 10 സ്പെഷ്യലിസ്റ്റുകളുടെ സഹായം വേണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, കാർഡിയോളജിസ്റ്റിന് പ്രശ്നം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കാർഡിയോളജിസ്റ്റിന് എടുത്ത് പോകുന്നു. ഗ്യാസിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിന് എടുത്ത് പോകുന്നു. നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയാണ്, മൂഡ് സ്വിങ്സ് ആണ്, ഡിപ്രഷനാണ്, നിങ്ങൾ സൈക്കോളജിസ്റ്റിന് എടുത്തോ സൈക്കാട്രിസ്റ്റിന് എടുത്തോ പോകുന്നു. ഇനി പീരിയഡ്സിന്റെ ഇഷ്യൂ ഉള്ളപ്പോൾ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പ്രശ്നങ്ങളാണ്, പിഗ്മെന്റേഷൻ വരുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ്, നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുന്നു. അപ്പൊ ഈ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഇവരുടെ സപ്പോർട്ട് വേണം, പക്ഷെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. അപ്പൊ ശരിയായ രീതിയിൽ നിങ്ങൾ തൈറോയിഡിനെ ചികിത്സിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും ആൾക്കാരുടെ ഒന്നും സഹായം ആവശ്യമില്ല. കാരണം തൈറോയ്ഡ് ശരിയായി പ്രവർത്തിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ശരിയായിട്ട് ചിന്തിക്കുക, എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയ ശരിയായ സ്ഥലത്ത് പോയി ശരിയായ ചികിത്സ നേടിയാൽ നിങ്ങൾക്ക് ഈ ഓടിപ്പാഞ്ഞ് നടക്കേണ്ടി വരില്ല. താങ്ക് യു.